ഹലോ ഓൾ, വെൽക്കം ടു അട 24/7 മലയാളം യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് RRB ALP ആപ്ലിക്കേഷൻ നമ്മൾ അയക്കുമ്പോൾ നമുക്കുണ്ടായേക്കാവുന്ന 5 സംശയങ്ങൾ എന്തൊക്കെയാണെന്നാണ്. അല്ലെ, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്ന ഒരു വെബിനാറിന്റെ കാര്യം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇട്ട ഫോമിൽ നമ്മൾ കണ്ട ഏറ്റവും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കണ്ട 5 സംശയങ്ങളെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്നതിന് മുന്നേ എന്തൊക്കെ ചെയ്യണം, അപേക്ഷിച്ചതിന് ശേഷം എന്തൊക്കെ ചെയ്യണം, എപ്പോഴാണ് സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടത് തുടങ്ങി വിവിധ തരത്തിലുള്ള സംശയങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, നമ്മുടെ ഫോമിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളെല്ലാം കൂടി നിങ്ങൾക്ക് വെബിനാറിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ഇമ്പോർട്ടന്റ് സംശയങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, RRB ALP അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന 5 സംശയങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഇനി നമുക്കറിയാം RRB ALPയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 1/2024 എന്ന കാറ്റഗറി നമ്പറിൽ റെയിൽവേ ആ, ജനുവരി 1-ാം തീയതി അല്ലെങ്കിൽ ജനുവരി തുടക്കത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഈ നോട്ടിഫിക്കേഷൻ കൊണ്ടുവരുന്നത്. ജനുവരി 20-ാം തീയതിയാണ് ഈ നോട്ടിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫെബ്രുവരി 19 വരെയാണ് എന്ത് ചെയ്യുക, നമുക്ക് ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനായിട്ട് പറ്റുക. അല്ലെ, അതുപോലെ തന്നെ പേ ലെവൽ 2 ആണ്. ഇനീഷ്യൽ പേ എന്ന് പറയുന്നത് 19,900 രൂപയാണ്. അതിന്റെ കൂടെ റെയിൽവേ തരുന്ന എല്ലാ ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകും. ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ ഒരുപാട് സംസാരിച്ചതാണ്. അല്ലെ, ഇതിന്റെ പല ഘടകങ്ങളെ പറ്റിയും നമ്മൾ സംസാരിച്ചതാണ്. എന്നാൽ അതിൽ നിന്നും അത്രയും ചെയ്തിട്ട് പോലും മനസ്സിലാവാത്ത, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, ഏത് ഭാഗത്താണ് നമ്മൾ സർട്ടിഫിക്കറ്റിന്റെ ഡേറ്റ് എത്രയാണ്, ഏത് ദിവസം വരെയുള്ള നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് റെയിൽവേ സ്വീകരിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എല്ലാവർക്കും സംശയങ്ങളായിട്ട് വന്നുള്ളത്. നമുക്ക് നോക്കാം. നമ്മുടെ റെയിൽവേയുടെ പുതിയ നോട്ടിഫിക്കേഷൻ, അതായത് ഈ എക്സാമുമായി ബന്ധപ്പെട്ട് അവസാനം ഇറങ്ങിയ പേപ്പർ ഇങ്ങനെയാണ് പറയുന്നത്. എക്സാം നടക്കാൻ പോകുന്നത് ജൂൺ ഓഗസ്റ്റിലാണ്. അതുപോലെ തന്നെ സെക്കൻഡ് സ്റ്റേജ് CBT നടക്കാൻ പോകുന്നത് സെപ്റ്റംബറിലാണ്. അതുപോലെ തന്നെ CBAT കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടക്കാൻ പോകുന്നത് 2024 നവംബറിലാണ്. അതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കഴിഞ്ഞ് നവംബർ ഡിസംബറിൽ തന്നെ എന്തുണ്ടാവും, നമുക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷനുള്ള ഷോർട്ട് ലിസ്റ്റും കൂടി പ്രൊവൈഡ് ചെയ്യുമെന്ന് റെയിൽവേ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ അവരെന്ത് പറഞ്ഞിട്ടുണ്ട്, പ്ലീസ് നോട്ട്, ഈ എംപ്ലോയ്മെന്റ് നോട്ടിഫിക്കേഷൻ നെക്സ്റ്റ് സൈക്കിൾ എപ്പോൾ വരും, ജനുവരി 2025 വരുമെന്നും അവര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ വർഷം പഠിക്കുന്നത് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല. ഒരു വർഷം ജനുവരിയിൽ നിങ്ങൾ പഠനം തുടങ്ങി കഴിയുമ്പോൾ എല്ലാ ലെവലും കഴിഞ്ഞ ഡിസംബർ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ ജോലിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും എന്ന കാര്യം ഉറപ്പാണ്. ഇനി അത് മാത്രമല്ല, ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് ഏതെങ്കിലും ഒരു സ്റ്റേജിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ എന്താണ്, 2025 ജനുവരിയിൽ ഇത് വീണ്ടും നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുമെന്ന് കൂടി റെയിൽവേ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന് പഠിക്കുന്നത് നിങ്ങൾക്ക് ഒരിക്കലും ഒരിക്കലും എന്താവില്ല, നഷ്ടമായിട്ട് വരില്ല. ഓക്കെ, അപ്പോൾ ഇനി എന്തൊക്കെയാണ് സംശയങ്ങൾ, എന്തൊക്കെയാണ് ഈ RRB ALPക്ക് അപേക്ഷിക്കാനിരിക്കുമ്പോൾ വളരെ ചെറിയ ചെറിയ ഒരുപാട് സംശയങ്ങളുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ ബോർഡ് കൊടുക്കുമ്പോൾ, നമ്മൾ പഠിക്കുന്ന മെട്രിക്കുലേഷന്റെ ബോർഡ് നമ്മളോട് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് കേരള സ്റ്റേറ്റ് ബോർഡ് ആണെങ്കിൽ എന്താണ്, HSE എന്നാണോ കൊടുക്കേണ്ടത്, അതോ ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ കേരള എന്നാണോ കൊടുക്കേണ്ടത്, ബോർഡ് ഓഫ് എക്സാമിനേഷൻസ് കേരള എന്നാണോ കൊടുക്കേണ്ടത്, അങ്ങനെ ഒരു സീല് കാണുന്നുണ്ട്. അതോ സ്റ്റേറ്റ് SSLC, സ്റ്റേറ്റ് സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ് അങ്ങനെയാണോ കൊടുക്കേണ്ടത്, അങ്ങനെ പല പല ചെറിയ ചെറിയ സംശയങ്ങളുണ്ട്. എങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന 5 സംശയങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. എന്താണ് എന്താണ് ക്വാളിഫിക്കേഷൻ, അതായത് പല എഞ്ചിനീയറിംഗുകാരുടെയും സംശയം ഞങ്ങൾക്ക് ഇത് അപേക്ഷിക്കാൻ പറ്റുമോ എന്നതാണ്. എഞ്ചിനീയറിംഗ് തന്നെ ഒരുപാട് ഡിവിഷൻസ് ഉണ്ട് അല്ലെ. ഇപ്പൊ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഉണ്ട്, സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, ഇലക്ട്രോണിക്സ് ഉണ്ട്, ഇലക്ട്രിക്കൽ ഉണ്ട്. ഇതിൽ ഏതൊക്കെ എഞ്ചിനീയറിംഗ് ഡിവിഷനുകാർക്ക് അപേക്ഷിക്കാൻ പറ്റും, എന്തുകൊണ്ട് ഞാൻ അപേക്ഷിക്കുമ്പോൾ എനിക്ക് അപ്ലൈ നോട്ട് എലിജിബിൾ എന്ന് കാണിക്കുന്നു, ഏതൊക്കെ എഞ്ചിനീയറിംഗുകാർക്കാണ് അപേക്ഷിക്കാൻ പറ്റുക എന്നതാണ് ആദ്യത്തെ സംശയം. ഇനി രണ്ടാമത്തെ സംശയം എന്ന് പറയുന്നത് EWSനെ പറ്റിയാണ്. ഓക്കെ, ഞാൻ കേരള PSCക്ക് അപേക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ കേരളത്തിലുള്ള മറ്റു കാര്യങ്ങൾക്ക് അപേക്ഷിക്കുമ്പോൾ ഞാൻ എലിജിബിൾ ആണ്, ഞാനൊരു എക്കണോമിക്കലി വീക്കർ സെക്ഷൻ കാൻഡിഡേറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് വെച്ച് എനിക്ക് റെയിൽവേക്ക് അപേക്ഷിക്കാൻ പറ്റുമോ, അതാണ് പലർക്കുമുള്ള അടുത്ത സംശയം എന്ന് പറയുന്നത്. റെയിൽവേയുടെ EWSും കേരള PSCയുടെ EWSും സെയിം ആണോ, എന്താണ് അവ തമ്മിലുള്ള വ്യത്യാസം, എന്ത് കണ്ടീഷൻ ഉണ്ടെങ്കിലാണ് എനിക്ക് EWS അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക, ഇതാണ് രണ്ടാമത് വന്ന കൂടുതൽ നമ്പറായിട്ട് വന്ന സംശയം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ സംശയം OBC NCLനെ പറ്റിയാണ്. അതായത് അതർ ബാക്ക്വേർഡ് ക്ലാസസിന്റെ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ട, എവിടെ നിന്നാണ് അത് വാങ്ങേണ്ടത്, അതുപോലെ തന്നെ അതിന്റെ ഫോർമാറ്റ് എന്താണ് വേണ്ടത്. അതായത് നമുക്ക് സാധാരണ താലൂക്ക് ഓഫീസുകളിൽ പോയി നമ്മൾ അപേക്ഷ ചെയ്യുമ്പോൾ തഹസിൽദാർ ഒപ്പിട്ട് തരുന്ന ആ പേപ്പർ മതിയാവുമോ, അതോ അതിനെന്തെങ്കിലും സ്പെഷ്യൽ ഫോർമാറ്റ് ഉണ്ടോ, ആ ഫോർമാറ്റിൽ തന്നെ വാങ്ങി വെക്കണമോ, അത് പരീക്ഷയ്ക്ക് അപേക്ഷിച്ചതിന് ശേഷം വാങ്ങിയാൽ മതിയോ, ഇങ്ങനെയുള്ള പല സംശയങ്ങളും, അതായത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ പോകുന്ന സമയത്ത് അത് മേടിച്ചാൽ മതിയോ, ഇങ്ങനെയുള്ള പല സംശയങ്ങളും ആളുകൾക്ക് കണ്ട് വരുന്നുണ്ട്. ഇനി അതേപോലെ അടുത്ത സംശയമാണ് മെഡിക്കൽ സ്റ്റാൻഡേർഡിനെ പറ്റിയുള്ള സംശയം. കണ്ണട വെച്ചവർ എലിജിബിൾ ആണോ, എനിക്ക് ചെറിയ പവറേ ഉള്ളൂ ഞാൻ എലിജിബിൾ ആണോ, എനിക്ക് പവർ ഇല്ല ഞാൻ വെറുതെ ഓർഡിനറി ഗ്ലാസ് ആണ് വെക്കുന്നത് ഞാൻ എലിജിബിൾ ആണോ, കളർ ബ്ലൈൻഡ്നെസ് ഉള്ളവർ എലിജിബിൾ ആണോ, ബൈനോക്കുലർ വിഷൻ പ്രശ്നമുള്ളവർ എലിജിബിൾ ആണോ, കെരട്ടോകോണസ് എന്ന കണ്ടീഷൻ ഉള്ളവർ എലിജിബിൾ ആണോ, ഇങ്ങനെ വിവിധ 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 കണ്ണിനുള്ള കണ്ടീഷൻസുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ ഒരുപാടെണ്ണം നമുക്ക് അതിനകത്ത് കാണാനായിട്ട് പറ്റും. ഇനി ഏത് റീജിയണിലേക്ക് അപ്ലൈ ചെയ്യും, അതാണ് അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ട് വന്ന ഡൗട്ടാണ് ഇത്. ഏത് റീജിയണിലേക്ക് അപ്ലൈ ചെയ്യും.
ട്രിവാൻഡ്രം എടുക്കുകയാണെങ്കിൽ 39 വേക്കൻസിയേ ഉള്ളൂ. ഒരു സെക്കന്ദരാബാദ്, സൗത്ത് ഈസ്റ്റ് സൗത്ത് സെൻട്രൽ റീജിയനൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു 300ഓളം വേക്കൻസീസ് അവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ ഏത് അപ്ലൈ ചെയ്താലായിരിക്കും കിട്ടാനുള്ള സാധ്യത കൂടുതൽ? അത് അപ്ലിക്കേഷന് മുന്നേ തന്നെ നമുക്ക് എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് എന്ത്? നമ്മളുടെ സാധ്യത എന്താണ്? അങ്ങനെ ഒരു റീജിയനിലേക്ക് അപ്ലൈ ചെയ്താൽ എക്സാം സെന്റർ അവിടെയാണോ വരിക? ഇത്തരത്തിലുള്ള പല സംശയങ്ങളും നമുക്ക് ഇതിനകത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ വക ഈ 5 സംശയങ്ങൾക്കും ഇതല്ലാതെയുള്ള അനുബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് എവിടെ കിട്ടും? നമ്മുടെ വെബിനാർ അറ്റൻഡ് ചെയ്താൽ കിട്ടും. 3/2/2024 ശനിയാഴ്ച രാത്രി 8 മണിക്ക് നമ്മുടെ ആപ്പിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു? ഈ വെബിനാർ കിട്ടുന്നതാണ്. ഞാൻ തന്നെയായിരിക്കും ഈ വെബിനാർ എടുക്കുക. ഈ ചോദ്യങ്ങൾക്കെല്ലാം നമ്മുടെ ഫോമിൽ വന്ന എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് തരുന്നതാണ്. ഇത് കണ്ടതിന് ശേഷം മാത്രം ALPക്ക് അപ്ലൈ ചെയ്യുക. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തരത്തിലുള്ള റിസർവേഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായും ഈ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഒന്നാമത് നമ്മൾ അവസാനത്തേക്ക് വെക്കരുത്. ഒരു ഫെബ്രുവരി 10-നുള്ളിൽ നമുക്ക് അപ്ലൈ ചെയ്യണം. പക്ഷെ എന്ത് ചെയ്യുക? 3-ാം തീയതി ഇത് കണ്ടതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുക. കാരണം നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ചെറിയ എറർ കാരണം നിങ്ങളെ റെയിൽവേ ചിലപ്പോൾ സമ്മർലി റിജക്ട് ചെയ്യും. റിജക്ട് ചെയ്യും എന്ന കാര്യം കൂടി അവർ എവിടെ പറഞ്ഞിട്ടുണ്ട്? നോട്ടിഫിക്കേഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. വളരെ ശ്രദ്ധിച്ച് മാത്രം എന്ത് ചെയ്യുക? ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഈ വെബിനാർ കണ്ടിട്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ, ഏതൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടത് എന്ന കാര്യം കൂടി ഉറപ്പാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി RRB ഫൗണ്ടേഷൻ ബാച്ചിൽ നമുക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാനുള്ള ഒരു ഐഡിയയും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാണ്. നമുക്കൊരു സ്കോളർഷിപ്പ് എക്സാം ഉണ്ട്. ഈ വെബിനാർ നടക്കുന്നതിന്റെ തലേദിവസം ഫെബ്രുവരി 2-ാം തീയതി നമുക്കൊരു സ്കോളർഷിപ്പ് എക്സാം ഉണ്ട്. RRB ALP 2024 വേണ്ടിയുള്ള ഫ്രീ ആയിട്ടുള്ള സ്കോളർഷിപ്പ് എക്സാം ആണ്. എല്ലാവർക്കും ഈ സ്കോളർഷിപ്പ് എക്സാം എഴുതാവുന്നതാണ്. നിങ്ങൾ ഈ പരീക്ഷ എഴുതി നിങ്ങൾക്ക് ഇതിൽ 1-ാം റാങ്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബാച്ച് 9 നമ്മുടെ ഇനി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ബാച്ച് 9 ജനുവരി 25-നാണ് അത് തുടങ്ങിയത്. ഒരാഴ്ചയായിട്ടുള്ളൂ. ആ ബാച്ച് 9-ലേക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടൊരു പ്രവേശനം തരുന്നതാണ്. ഹോൾ സിലബസ് CBT 1-ന്റെ മുഴുവൻ സിലബസും നമ്മളവിടെ കവർ ചെയ്യുന്നതാണ്. ഇനി അതുപോലെ തന്നെ സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്ക് കിട്ടുന്നവർക്ക് 50% ഓഫറോട് കൂടിയും 4 മുതൽ 10ാമത്തെ റാങ്ക് വരെ കിട്ടുന്നവർക്ക് 20% ഓഫും ബാക്കിയുള്ള എല്ലാവർക്കും 17% ഓഫറും കൂടി ഇതിന്റെ കൂടെ ലഭിക്കുന്നതാണ്. അപ്പൊ അത്തരത്തിൽ ഉള്ള ഈ കോഴ്സ് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ നേടാനുള്ള ഒരു മാർഗ്ഗമാണ് എന്ത്? ഈ സ്കോളർഷിപ്പ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അത് മാത്രമാണോ? അല്ല. ഈ കോമ്പറ്റീറ്റീവ് എക്സാം എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് നമുക്കൊന്ന് അറിയണം. അല്ലെ? നമ്മളുടെ പഠന നിലവാരം എന്താണ്? ഈ നിമിഷം വരെ ഞാൻ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്? ഇപ്പൊ അടുത്ത ജൂണിലോ ജൂലൈയിലോ എക്സാം വരുന്നുണ്ട്. അല്ലെ? റെയിൽവേ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ വരുന്ന എക്സാമിന് മുന്നേ ഏതൊക്കെ ഭാഗത്താണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്? ഏതൊക്കെ രീതിയിലാണ് നമുക്ക് തെറ്റുകൾ ഉണ്ടാവുന്നത് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനകത്ത് അറിയാനായിട്ട് പറ്റും. റെയിൽവേയുടെ CBT 1 ALPയുടെ CBT 1 നടക്കുന്നത് പോലെ 60 മിനിറ്റിന്റെ പരീക്ഷ തന്നെയാണിത്. കൃത്യമായ 75 ചോദ്യങ്ങളും 75 മാർക്കും തന്നെയാണ്. നെഗറ്റീവ് മാർക്കിങ്ങും അതിനകത്ത് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് റെയിൽവേ പരീക്ഷ ആദ്യം ഒന്ന് എഴുതി നോക്കുന്ന രീതിയിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഈ പരീക്ഷ ഒന്ന് എഴുതി നോക്കാവുന്നതാണ്. ഇനി അതുമല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ റെയിൽവേ ഫൗണ്ടേഷൻ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ജനുവരി 25-ന് സ്റ്റാർട്ട് ചെയ്തതാണ്. 9ാമത്തെ ബാച്ചാണ്. അതായത് ഓൾറെഡി 9 ബാച്ചുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത്രയും കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരോടാണ് നിങ്ങൾ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് എന്ന കാര്യം കൂടി നിങ്ങൾ പരീക്ഷ എഴുതുന്നതിന് മുന്നേ ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അങ്ങനെയുള്ള ആളുകളോടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത്. ഏറ്റവും നന്നായി പഠിച്ചെങ്കിൽ മാത്രമേ നമുക്കിത് കൃത്യമായിട്ട് എഴുതി ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ കോഴ്സ് എടുക്കുമ്പോൾ കോഡിന്റെ കാര്യം മറക്കാതിരിക്കുക. Y757 ആണ് കോഡായിട്ട് വരുന്നത്. ആ കോഡ് മറക്കാതിരിക്കുക. ആ കോഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യാനായിട്ട്, അതായത് അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആൻഡ് അതിനോടൊപ്പം തന്നെ ഇന്നാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ ഇന്ന് ഫെബ്രുവരി 1-ാം തീയതി ആയതുകൊണ്ട് XXL Prep Adda 247 എന്ന് പറഞ്ഞ ഒരു ഓഫർ നമ്മൾ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. ന്യൂ ബിഗിനിങ്സ് ആണ് അല്ലെ? ഈ മാസം തുടക്കമാണ്. ഇന്ന് 1-ാം തീയതിയാണ്. അപ്പൊ എന്ത് ചെയ്യുക? ഈ ഫെബ്രുവരി ലീവ് ഫോർ സെലക്ഷൻ എന്ന അർത്ഥത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പുതിയ ഓഫർ വെക്കുകയാണ്. ഇന്ന് നിങ്ങൾ ഒരു പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ 17% ഓഫർ എല്ലാ പ്രോഡക്റ്റിലും കിട്ടുന്നതാണ്. അപ്പൊ എന്ത് ചെയ്യുക? പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എന്ത് ചെയ്യുക? കോഡ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. കോഡ് എത്രയാണ്? ഇറ്റ് ഇസ് Y757. കോഡ് മറക്കാതിരിക്കുക. YF757 757 എന്ന കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കുറഞ്ഞ കോസ്റ്റിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കോഴ്സ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഉറപ്പായും കോഴ്സ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൃത്യമായിട്ട് പഠിക്കാൻ ശ്രദ്ധിക്കുക. സ്കോളർഷിപ്പ് പരീക്ഷ അറ്റൻഡ് ചെയ്യുക. വെബിനാർ അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇതുവരെ Adda 247 ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതിനകത്ത് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് എല്ലാ ദിവസവും എവറിഡേ കറണ്ട് അഫയേഴ്സ്, ജോബ് അലേർട്സ്, എംപ്ലോയ്മെന്റ് നോട്ടീസ്, ഡെയിലി ക്വിസുകൾ, മാഗസീനുകൾ ഇതെല്ലാം അതിനകത്ത് ലഭിക്കുന്നതാണ്. ഏത് കോഴ്സ് Adda 247 എടുക്കുകയാണെങ്കിലും Y757 എന്ന കോഡ് കൂടി മറക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ദിവസം കാണാം. താങ്ക് യു വെരി മച്ച്. ഉറപ്പായും നമുക്ക് വെബിനാറിൽ കണ്ടുമുട്ടാം. താങ്ക് യു.